ആളാവാൻ വരരുത് എന്റെ അടുത്ത്. ആളാവാൻ വരരുത്. കോടതിയാണ് ഇനി നോക്കുന്നത്. അവര് നോക്കിക്കോളും. എന്ത് കോടതിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോറി, ഡു യു വോണ്ട് മീ ടു കണ്ടിന്യൂ? ഡു യു വോണ്ട് മീ ടു കണ്ടിന്യൂ? Please tell me. Yes. Ask her to move back. Ask her to move back. സുരേഷ് ഗോപിക്കെതിരെ തൃശൂരിൽ മോശമായി പെരുമാറിയ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകയെ ആരും മറക്കാൻ സമയമായിട്ടില്ല. ആ മാധ്യമ പ്രവർത്തകയ്ക്ക് ജോലി നഷ്ടമായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ തട്ടിക്കയറിയ സൂര്യ സുജി അന്നു മുതൽ വിവാദത്തിലായിരുന്നു. സൂര്യ സുജി അന്ന് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ മാധ്യമ സമ്മേളനത്തിൽ ഒരു കണക്കിൽ പറഞ്ഞാൽ പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ആളാകാൻ വരരുത് എന്ന് തുറന്നടിച്ച് സുജിയെ സുരേഷ് ഗോപി പുറകോട്ട് നിർത്തുകയായിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഏറെക്കാലമായി ഇവരെ ജോലി നൽകാതെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുമായി ഇടഞ്ഞതിനെ തുടർന്ന് സൂര്യ സുജിയെ തൃശൂരിൽ നിന്നും ചാനൽ മാനേജ്മെന്റ് സ്ഥലം മാറ്റിയിരുന്നു. ഇപ്പോൾ ഇവരെ വിളിച്ചു വരുത്തി മാനേജ്മെന്റ് രാജിക്കത്ത് എഴുതി വാങ്ങിച്ചു എന്നാണ് അറിയുന്നത്. സൂര്യ സുജി CPMന്റെ സജീവമായ അനുഭാവിയാണ്. മാധ്യമപ്രവർത്തക എന്ന നിലയിലും പാർട്ടിയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാറുണ്ട്. പഴയ SFI-കാരി. ജേർണലിസം കഴിഞ്ഞ് കാസർഗോഡ് ഒരു ഫേസ്ബുക്ക് ചാനലിൽ ആയിരുന്നു. തുടർന്ന് കണ്ണൂർ സിറ്റി വിഷൻ ചാനലിൽ കയറി. ആ സമയത്ത് മദ്യപാനവുമായി ബന്ധപ്പെട്ട തർക്കം ഓഫീസിൽ ഉണ്ടായി എന്നും പറയുന്നുണ്ട്. തുടർന്ന് അവിടെ നിന്നും കണ്ണൂർ 1 ചാനലിൽ കയറി. അവിടെ നിന്ന് ഓഫീസിൽ മറ്റുള്ളവരുമായി തർക്കമുണ്ടാവുകയായിരുന്നു. ഓഫീസിലെ പുകവലിയും മദ്യപാനവും സംബന്ധിച്ച തർക്കങ്ങളിൽ അവിടെയും വിവാദങ്ങളായി. ഇതോടെ അവിടെ നിന്നും പുറത്തായി. എങ്കിലും പാർട്ടിയുടെ തണലും പിന്തുണയും ഉള്ളതിനാൽ തളരാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നും അവഗണനയും പുറത്താക്കലും അനുഭവിച്ച സൂര്യ സുജി പിന്നീട് കൈരളിയിൽ കയറിയപ്പോഴാണ് അരിവാളും ചുറ്റുകയും കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കലും വിവാദവും ഉണ്ടായത്. പിന്നീട് ഇവർ കൈരളി തൃശൂർ ബ്യൂറോയിൽ എത്തി. അവിടെ നിന്നാണ് റിപ്പോർട്ടറിൽ ചെക്കേറിയത്. റിപ്പോർട്ടർ ചാനലിൽ നിന്നും ജോലിയിൽ നിന്നും ഏറെ നാൾ മാറ്റി നിർത്താൻ കാരണം അച്ചടക്ക ലംഘനവും ഓഫീസിൽ അംഗീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനവും ആയിരുന്നു എന്ന് പറയുന്നു. ഓഫീസിൽ മറ്റ് സ്റ്റാഫുകളും സൂര്യ സുജിക്കെതിരെ പരാതികൾ ഉന്നയിക്കുകയായിരുന്നു. ഒത്തുപോകാൻ ആകുന്നില്ല എന്നും സഹകരിക്കുന്നില്ല എന്നും പരാതികൾ ഉയർന്നു. ഈ അവസരത്തിൽ സൂര്യ സുജി പാർട്ടിയിലെ സ്വാധീനം ഉപയോഗിച്ച് റിപ്പോർട്ടറിൽ തുടരാൻ അവസാന നീക്കവും നടത്തി. എങ്കിലും മാനേജ്മെന്റ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. രാജിവെച്ചു എന്ന് പറയുന്നു എങ്കിലും വിളിച്ചുവരുത്തി രാജിക്കത്ത് എഴുതി വാങ്ങി എന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സൂര്യ സുജി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്യുന്നു. മരംമുറി ചാനലിലെ 7 മാസത്തെ അനുഭവങ്ങൾ. വാർത്തകളെ വിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങി. വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളി വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല. അത് ചെയ്യുന്നതിലും നല്ലത് ഈ പണി തന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഇറങ്ങി. ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ. നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഒരു കൂട്ടരാജി ഉടൻ തന്നെ ഉണ്ടാവും എന്നത് ഉറപ്പ്. സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ എന്നോട് പെരുമാറിയ രീതി വിവരിക്കാനാവില്ല. ഇടതുപക്ഷ അനുഭാവിയെ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ പുറത്താക്കും മുൻപേ പുറത്തു പോകണമെന്നത് എന്റെ തീരുമാനം. മുതലാളിമാർക്ക് വേണ്ടത് വായടക്കി അവരെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വാർത്ത ചെയ്യുന്ന തൊഴിലാളികളെയാണ്. സംഘപരിവാർ രാഷ്ട്രീയമല്ലാത്തതെന്തും അവർക്ക് വെറുപ്പാണ്. പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി. അത് നല്ലതിന്. രാത്രി 7 മണി മീറ്റിംഗിന് മരംമുറി മുതലാളി കയറിയിരുന്ന അനുഭവ സമ്പത്തുള്ള റിപ്പോർട്ടർമാരെ തെറി വിളിക്കും. അടുത്ത ദിവസം ഒന്നും സംഭവിച്ചില്ലാത്ത രീതിയിൽ റിപ്പോർട്ടർമാർ എല്ലാവരും മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടും. 24 എന്ന ചാനലിന്റെ മൈക്ക് പിടിച്ചു എന്നതിന്റെ പേരിൽ മാത്രം കൊല്ലത്തുണ്ടായ ഡ്രൈവറെ രാജിവെപ്പിച്ച പാരമ്പര്യമുണ്ട് ഈ സ്ഥാപനത്തിന്. പട്ടിയെപ്പോലെ പണിയെടുപ്പിച്ച് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് 4 റിപ്പോർട്ടർമാരെ പറഞ്ഞുവിട്ടതിന്റെ പാരമ്പര്യവുമുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. മാധ്യമപ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം. ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതിൽ സന്തോഷം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.